ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ യാത്രാ വ്ളോഗായിട്ടാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് മോനെ ഡോക്ടറെ കാണിക്കാൻ പോവാണ് കേട്ടോ. നിലമ്പൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് ഇതാ ഇറങ്ങിയിട്ടുണ്ട്. മോനും ഞാൻ ബൈക്കിലുണ്ട്. ഹസ്ബൻഡും മോളും കൂടി വണ്ടിയിൽ പോയിട്ടുണ്ട് കേട്ടോ. ബൈക്കുമ്പോൾ പോയിട്ടുണ്ട് അവരങ്ങോട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ട് നമ്മളെടുക്കാൻ പോണത് കൂക്കൂല് പോവാ. ഇത് കൂക്കൂല് പോവാ. ഇമ്മച്ചിയോ ഇപ്പച്ചി ഇപ്പ വരും. ഇപ്പച്ചി താത്തി വണ്ടിമ പോയില്ലേ? ഓ ഇപ്പച്ചി ഇപ്പ വരും കേട്ടോ. അപ്പം മോനും ഓൻ്റെ ഒപ്പനെ കാണാനില്ല കഴിഞ്ഞിട്ട് ഓന് കരയാണ് കേട്ടോ. ഉപ്പച്ചി എവിടെയും ചോദിച്ചിട്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ പോകുമ്പോൾ നല്ല പ്രകൃതി രമണീയമായിട്ട് നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു ഭാഗം വീടിൻ്റെ ബാക്ക് ഭാഗം സൈഡിലായിട്ടാണ് ഇത് വരിക. ഞങ്ങൾ ഇങ്ങനെ റെയിൽവേ കൂടി നടന്നു. ഞാൻ കൂടുതലും താഴത്തെ കൂടിയാണ് പോകല്. ഇപ്പോൾ ഇതാ ഈ ഒരു ഭംഗി കാണാൻ നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനിന്ന് റെയിൽവേ കൂടി നടന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പോയി നല്ല ഭംഗിയാട്ടോ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അലിഗഡ് സർവകലാശാലൊക്കെ കാണാം. അതാ ഞാൻ മോനെ കൂടി ഇങ്ങനെ നടന്ന് പോകണം. അവൻ്റെ കരച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം അവർ ഹാപ്പിയാണ് കേട്ടോ. അവർ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. അപ്പോൾ മോൻ്റെ ഒരു ചെറിയൊരു അഡിനോയിഡിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ദശ അല്ലേ നമ്മുടെ അത് ഉണ്ട് കേട്ടോ അവനക്ക്. അപ്പോൾ അതിൽ നിന്ന് അവനെ ENT ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. എൻഡോസ്കോപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കൊണ്ടുവന്ന് ഡോക്ടറെ അടുത്തൊക്കെ പോയി കേട്ടോ. ആ ഒരു സമയത്ത് ഉമ്മക്കൊണ്ട് ഉമ്മനെ ഏതായാലും കാണിക്കാൻ പോകണം. ആ ഒരു സമയത്ത് അവനെ കൂടി ഒന്ന് കാണിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് 2:30 ട്രെയിനുണ്ട്. ആ ട്രെയിനിനാണ് ഞങ്ങൾ പോകുന്നത് നിലമ്പൂരിലേക്ക്. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി സ്പേസാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ റെയിലുമ്പോൾ കൂടി അല്ല കേട്ടോ, സൈഡിലൂടെ ഇങ്ങനെ നടക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിതാ ചെറുകര സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് 2 മണി 2:15 ആകുമ്പോഴാണ് ഇറങ്ങിയത്. 2:30 വണ്ടി വരിക കേട്ടോ. അപ്പോൾ ഇതാ മോനും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അവന് എടുക്കണത് പറ്റണില്ല കേട്ടോ. അവന് ഒറ്റക്ക് നടക്കണം എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് അവന് വീഴുന്നുണ്ട്, അവന് നടക്കണുണ്ട്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചെറുകര സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇക്കയും മോളും അവിടെ ഉണ്ട്. ഞങ്ങളിതാ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു, വണ്ടിക്ക് വേണ്ടിയിട്ട് ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. ഡെയിലി വീടിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ ഈ ട്രെയിന് പോകുമ്പോൾ അവരിങ്ങനെ പറയും, ഉമ്മച്ചി നമ്മളെന്നാ പോവാന്ന്. അപ്പം ഇന്നിപ്പോൾ അവനെ കൂട്ടിയിട്ട് മോളെ സ്കൂളുണ്ട്. അവളെ സ്കൂൾ കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ അവളെയും കൊണ്ടായിട്ട് പോകുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. കാരണം നമ്മൾ ട്രെയിനിൽ കയറില്ല, വീടിൻ്റെ മുന്നിലൂടെ ഡെയിലി പോണ വണ്ടിയാണ്. അപ്പോൾ അവർക്ക് എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു തീവണ്ടിയിൽ പോകുന്നത്. എല്ലാവർക്കും കൂടുതലും ഹാപ്പി ആയിട്ടുള്ളത് നമ്മളല്ല തീവണ്ടിയിൽ പോകാന്നുള്ളത്. അപ്പോൾ ഇത്രയും മോള് അവിടെ ഉണ്ട് കേട്ടോ. രണ്ടുപേരും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതാ വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാനെന്ന് പറയും. ട്രെയിന് ഇത്രക്കൊക്കെ ഭംഗിയുണ്ടോ തോന്നിപ്പോകും. നമ്മുടെ ഈ ഒരു റെയിൽവേ ട്രാക്കും ഈ ഒരു തീവണ്ടി വരുന്നതൊക്കെ ഈ മൊബൈലിൽ ഇങ്ങനെ പകർത്തുമ്പോൾ കേട്ടോ നല്ല ഭംഗിയാണ്. നല്ല അടിപൊളി സ്റ്റേഷനാണ് കേട്ടോ. ഈ ഒരു ചെറുകര സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. പ്രത്യേകിച്ച് നമ്മൾ ഈ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെയുള്ള ടൈമിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു ഭംഗിയാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ കേട്ടോ. പക്ഷേ ഞങ്ങളൊന്നും അങ്ങനെ കൂടുതൽ വന്നിരിക്കലില്ല. അപ്പോൾ അത് അവർ രണ്ടുപേരും ട്രെയിനിൽ കയറിയിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മക്കൾ ഹാപ്പിയാണ്. പക്ഷേ ഉള്ളിൽ ചെറിയ സങ്കടമുണ്ട്. അവൻ അഡ്നോയിഡിൻ്റെ ഒരു ഹോസ്പിറ്റലിൻ്റെ അതിലേക്ക് പോകണമെന്നുള്ള അവർ ക്ലിനിക്കിലേക്ക് പോകണമെന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ബാക്കിയുള്ളതൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ ഇതാ ഞങ്ങളത് അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തി. ചെറുകര കഴിഞ്ഞാൽ പിന്നെ അങ്ങാടിപ്പുറം സ്റ്റേഷന് അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ.
ഇനി ഇവിടുന്ന് നിലമ്പൂരിലേക്ക്. നിലമ്പൂർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നല്ല ഭംഗിയുള്ളൊരു സ്പേസാണല്ലോ. ഈ ഒരു നിലമ്പൂർ ടു ഷൊർണൂർ റൂട്ട് നല്ല ഭംഗിയുള്ളൊരു റൂട്ടാണ് കേട്ടോ. നമുക്ക് എത്ര ടെൻഷനുള്ള ടൈമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ടിലൊന്ന് ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിന് നല്ലൊരു സുഖമാണ് കേട്ടോ. അതാ മോള് ഭയങ്കര വാശിയിലിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ നുറുക്ക് അച്ചപ്പം അങ്ങനെയൊക്കെ വരുമല്ലോ ട്രെയിനിൽ. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാത്ത ദേഷ്യത്തിനാണ് അവളവിടെ ഇരിക്കുന്നത്. അവൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവൾ ഓക്കെ ആയിട്ടും. അപ്പോൾ അതാ മോന് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടല്ല അവൾ എന്തിനാണ് വാശി പിടിക്കുന്നത്. പിന്നെ അവൻ ഒറ്റയ്ക്ക് സീറ്റിലിരിക്കണം എന്നിട്ട് ഉപ്പച്ചിനെ ഓളെ താത്താൻ്റെ അടുത്തൊക്കെ ഇരുത്തിയിട്ടും. എന്താ ഞാനും ഉമ്മയുടെയും ഇവിടെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. നല്ല ഉറക്കം വരുന്ന ആ ടൈമാണ്. ഒരു പ്രഷർ, ഷുഗർ, ഒരുവിധ എല്ലാ അസുഖങ്ങളും ഉണ്ട് ഉമ്മക്ക്. ആ ഒരു ടൈമാണ്. അപ്പോൾ അതാ ഉമ്മ അവിടെ ഉണ്ട്. പിന്നെ ഭക്ഷണം കഴിച്ച പാടല്ലേ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് നല്ല ക്ഷീണം വെക്കാറല്ലോ. അപ്പോൾ അതാ ഞങ്ങളിതാ നിലമ്പൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. നിലമ്പൂർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നല്ല ഭംഗിയാണ്. കാരണം നല്ല തേക്കിൻ്റെ ഒരു സ്പോട്ടാണല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഞാനിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ നിൽക്കാൻ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇവിടെ കുറച്ച് നേരം ഇരിക്കാൻ തോന്നിപ്പോകും നമുക്ക്. റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നില്ല. നമുക്കത് വലിയൊരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന പോലെ ചെറിയ റൂട്ടാണ്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് പോയിൻ്റാണ്. പക്ഷെ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. അപ്പോൾ അതാ ഞങ്ങൾക്ക് ഇനി നിലമ്പൂർ ടൗണിലേക്ക് പോകണം കേട്ടോ. നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ അവിടേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ ഞങ്ങളിത് ഒരു ഓട്ടോയിൽ അങ്ങനെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു റൂട്ട് നമ്മുടെ ക്യാമറയിൽ വല്ല ഫോണിൽ പകർത്തുന്ന ടൈമിൽ ഇതുപോലെ ഹാപ്പിയാണെന്നറിയാം. അപ്പോൾ ഈ ഭാഗം നമ്മുടെ ഫോണിൽ കാണുന്നതിനെക്കാട്ടും ഭംഗിയുണ്ട് നേരിട്ട് ഈ ഒരു ഭാഗം കാണാൻ, നിലമ്പൂർ എന്നുള്ള ഭാഗം. അപ്പോൾ ഇതാ ഇവിടെ പാട്ടുത്സവം നടക്കുകയാണ്. ഈ ഒരു ജനുവരി 7 മുതൽ 12-13 വരെ നടക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ തയ്യാറെടുപ്പും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതാ ഞങ്ങൾ ക്ലിനിക്കിൻ്റെ അടുത്ത് എത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോന് ഭയങ്കര വാശിയാണ്. മോന് കടയിൽ ഓരോന്ന് കണ്ടിട്ട് ലൈസ് വേണം, അത് വേണം എന്നിട്ട് അതിന് വാശി പിടിച്ചുകൊണ്ടിരിക്കാനിട്ട് ആ ഒരു ടൈമാണ് കേട്ടോ. ഓന് എന്തെങ്കിലും ചെറുത് കണ്ടു കഴിഞ്ഞാൽ അത് അപ്പോഴേ വേണം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മോള് ഇൻട്രോ പറയുക കേട്ടോ. അവളോട് ഞാൻ പറഞ്ഞപ്പോൾ അവൾ ഇൻട്രോ പറയുകയാണ്. പക്ഷെ അവൾക്ക് റെഡി ആവുന്നില്ല. അവളാകെ ക്യാമറയിൽ നോക്കിയിട്ട് അവളാകെ ഷൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ ഡോക്ടറെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഉപ്പയുടെ ഫ്രണ്ടിൻ്റെ മകനാണ് കേട്ടോ ഈ ഒരു ഡോക്ടർ. അങ്ങനെ ഉപ്പ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ ഞങ്ങൾ ഡോക്ടറോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ചിട്ട്. പിന്നെ ഇതാ അവിടുന്ന് ഡോക്ടറെ അടുത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ കനോലി പ്ലോട്ടിലോ അല്ലെങ്കിൽ തേക്ക് മ്യൂസിയത്തിൽ മക്കളെയും കൊണ്ടൊന്ന് പോകാമെന്നുള്ളതിൽ തിരിച്ച് പോകുമ്പോൾ ഞങ്ങൾക്ക് ട്രെയിന് കുറച്ച് നേരം വൈകിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോകാമെന്നുള്ളതിൽ അങ്ങനെ പോവട്ടോ കനോലി പ്ലോട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ എത്താൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടൈം കഴിഞ്ഞു പോയി, 5 മണിയായി. അപ്പോൾ അവിടെ സ്കൂളിൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കിട്ടിയ ദിവസമാണ് ഞങ്ങൾ അവിടെ ചെന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ സ്റ്റേഷനിലേക്ക് പോരുക ചെയ്തത് കേട്ടോ. പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഈ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളൊരു യാത്രാ വ്ളോഗ് അത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് കാണാം, എല്ലാം സപ്പോർട്ട് ചെയ്യുക കേട്ടോ.